ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കൈത്താക്കാലത്തിലെ 6ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. കൈത്താക്കാലം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന കാലഘട്ടമാണ്. നാം ഓരോരുത്തരുമാണ് കർത്താവിൻ്റെ സഭയിൽ ഇന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ഇന്ന് ഏറ്റവും വലിയൊരു ഫലമായ നന്ദിയെക്കുറിച്ച് നമ്മൾക്ക് ധ്യാനിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ 10 കുഷ്ഠരോഗികളെക്കുറിച്ചാണ് പറയുന്നത്. അവർ അകലെ നിന്നുകൊണ്ട് തന്നെ കർത്താവിനോട് സൗഖ്യം യാചിക്കുന്നത് നമ്മൾ കാണുകയാണ്. തന്നോട് കരുണ യാചിച്ച കുഷ്ഠരോഗികളുടെ അടുത്ത് പോകാതെയും അവരോട് സൗഖ്യത്തിൻ്റെ ഒരു വാക്കുപോലും പറയാതെയും ഈശോ അവരോട് ഇപ്രകാരം പറയുകയാണ്: നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതൻക്ക് കാണിച്ചു കൊടുക്കുവിൻ. കുഷ്ഠരോഗം സാക്ഷ്യപ്പെടുത്തേണ്ടത് പുരോഹിതനാണ് എന്ന ആ ലേവ്യ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്രകാരം ഈശോ പറഞ്ഞത്. കുഷ്ഠരോഗികളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ലഭിച്ച ഒരുതരം പരീക്ഷണമായിരുന്നു. തങ്ങൾക്ക് ലഭിച്ച ആ ഒരു നിർദ്ദേശം, അവരുടെ വിശ്വാസവും അനുസരണവും പരീക്ഷിക്കുന്ന ഒരു നിർദ്ദേശം ഈശോ നൽകിയപ്പോൾ അത് അവർ അനുസരിക്കുകയാണ്. അവർ ഈ ഒരു ഈ വിശ്വാസ പരീക്ഷണത്തെ അതിജീവിക്കുന്ന അവർ പോകും വഴി സുഖം പ്രാപിക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇപ്രകാരം ചിന്തിക്കാം: നമ്മുടെ ജീവിതത്തിലും പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എപ്രകാരമാണ് നാം അഭിമുഖീകരിക്കുന്നത്? വിശ്വാസത്തോടുകൂടി അതിനെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പുരോഹിതർക്ക് തങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കാനുള്ള യാത്രയിൽ കുഷ്ഠരോഗികൾ സുഖം പ്രാപിക്കുകയാണ്. ഇതെന്താണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? സഭയോടും സഭാ സംവിധാനങ്ങളോടും ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് സൗഖ്യം ലഭിക്കുന്നത്. സൗഖ്യത്തിൻ്റെ ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ദൈവത്തിൽ നിന്ന് കൃപകൾ സ്വീകരിക്കുവാൻ ദൈവം അനുവദിച്ചിട്ടുള്ള ക്രമീകരണങ്ങളെ ബഹുമാനിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് കർത്താവിൻ്റെ തുടർച്ചയായ സഭയിലൂടെയാണ് കൃപാവരം സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ സഭാ സംവിധാനങ്ങൾക്ക് കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടാകാം. എങ്കിലും കർത്താവിനോട് ചേർന്നുകൊണ്ട്, ഇവിടുത്തെ സഭയോട് ചേർന്നുകൊണ്ട് കൃപകൾ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു. ഈശോ അവരെ കണ്ടു. തങ്ങൾ സുഖം പ്രാപിച്ചത് കുഷ്ഠരോഗികളും കാണുന്നു. ബാക്കി 9 പേർ സുഖം പ്രാപിച്ചു എന്ന് കണ്ടപ്പോൾ അവർ അവരുടെ വഴിക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ സമരിയാക്കാരൻ സുഖം പ്രാപിച്ച അദ്ദേഹം ഓടി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമ്മൾ കാണുകയാണ്. നാം എല്ലാം കാണുന്നവരാണ്. എന്നാൽ ആ കാണലുകൾ തിരിച്ചറിവുകളായി മാറുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം. ഇന്ന് കേവലമായ ഒരു കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ലോകത്തെ വിധിക്കുന്നവരുണ്ട്, ദൈവത്തെ അളക്കുന്നവരുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ പലപ്പോഴും നിരീശ്വരവാദികൾ ലോകത്തിന്റെ സഹനങ്ങളെയും മറ്റും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവത്തെ അളക്കുകയും ദൈവത്തെ വിധിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ പലപ്പോഴും നാം കാണുന്നത് കാഴ്ചകൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അവിടെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുവാൻ നമ്മൾ പരാജയപ്പെടുന്നു. പലപ്പോഴും പലർക്കും സാധിക്കുന്നില്ല എന്നതാണ്. ഈ കാലഘട്ടത്തിലെ ഒരു ആത്മീയ പിതാവ് പറയുന്നത് ഇപ്രകാരമാണ്: നന്ദി എന്നത് വിശ്വാസത്തിൻ്റെ മറ്റൊരു പേരാണ്. എത്രയോ അർത്ഥവത്തായ കാര്യമാണത്. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആത്യന്തികമായ അടിസ്ഥാനപരമായ അർത്ഥം തന്നെ നന്ദി പ്രകാശനം എന്നാണ്. യൂക്കരിസ്റ്റ് എന്ന ഗ്രീക്ക് വാക്ക്, യൂക്കരിസ്റ്റ് എന്ന പദം കൃതജ്ഞതയെ സൂചിപ്പിക്കുകയാണ്. 9 കുഷ്ഠരോഗികൾ തങ്ങൾക്ക് ലഭിച്ച രോഗശാന്തിയെ കേവലം ഒരു ഭൗതികമായ ഒരു അനുഭവമായി കാണുമ്പോൾ 10ാമത്തെ ആൾ, ആ സമരിയാക്കാരൻ, അതിനെ ഒരു ആത്മീയ അനുഭവമായി കാണുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ തമിഴ്നാട്ടിൽ ഒരു വിവാഹത്തിൽ സംബന്ധിച്ചപ്പോൾ ഉണ്ടായ അനുഭവം ഓർക്കുകയാണ്. ഒരു തമിഴ് ക്രൈസ്തവൻ തൻ്റെ മകൻ്റെ വിവാഹം ഏറ്റവും ഭംഗിയായ വിധത്തിൽ നടത്തി. അതിനുശേഷം അദ്ദേഹം ആ വിവാഹത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ തൻ്റെ ബന്ധുക്കളെയും മിത്രങ്ങളെയും എല്ലാം കൂട്ടിക്കൊണ്ട് മൈലാപ്പൂരിലേക്ക് തോമാശ്ലീഹയുടെ കബറിടത്തിലേക്ക് പോവുകയാണ്. അവിടെ ഒരു ബലിയർപ്പിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇപ്രകാരം ഈ വിവാഹത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇപ്രകാരം ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്രകാരം മറുപടി പറഞ്ഞു:
ഇറ്റ് ഈസ് എ താങ്ക്സ് ഗിവിംഗ് മാസ്. നന്ദിയുടെ ഒരു ബലിയാണ് ഇത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ എത്രയോ മനോഹരമാണത്. സങ്കീർത്തനത്തിൽ പ്രകാരം പറയുകയാണ്, സങ്കീർത്തനം 8, അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാരിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്ത് മേന്മയാണുള്ളത്. നമ്മൾ ഓരോ ദിവസത്തെയും സപ്രയിൽ പ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എല്ലാ ശ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. വിശുദ്ധ കുർബാനയിൽ അനാഫറയിൽ പ്രകാരം പറയുകയാണ്, നന്ദി പറയുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇന്ന് പലപ്പോഴും ഏറ്റവും വലിയ നന്ദി പ്രകാശനമായ വിശുദ്ധ കുർബാനയെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ പലപ്പോഴും മാറ്റുന്നില്ലേ എന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം. വിശുദ്ധ കുർബാന കേവലം ഒരു ചടങ്ങായി മാത്രം കാണുകയും തങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി കടം തീർക്കുന്ന ഒരു പരിപാടിയായി മാത്രം കാണുകയും ചെയ്യുന്നവരുണ്ട്. അത് ഒരു വലിയ കൂട്ടായ്മയും ശക്തിയുമാണെന്ന തിരിച്ചറിവ് നിർഭാഗ്യവശാൽ ചിലപ്പോഴെങ്കിലും നാം നഷ്ടപ്പെടുത്തുന്നു. നമുക്ക് വിശുദ്ധ കുർബാനയെ ഒരു യഥാർത്ഥ തിരിച്ചറിവാക്കി മാറ്റുവാൻ സാധിക്കട്ടെ. കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ആഘോഷം, നന്ദി പ്രകാശത്തിന്റെ ഏറ്റവും വലിയ ആഘോഷം, അത് നമ്മുടെ ഇടവകയോട് ചേർന്നുകൊണ്ട്, നമ്മുടെ മിഷനോട് ചേർന്നുകൊണ്ട് ആ കൂട്ടായ്മയുടെ ശക്തിയിൽ ആ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ, ഏറ്റവും വലിയ നന്ദി പ്രകാശനമായ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ഈശോ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.